എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിലെ തെരുവുകളും വീടുകളും കത്തി അമരുകയാണ്. ദൈവത്തിന്റെ സ്വന്തം മോശയുടെ ആളുകൾ എന്ന് അഹങ്കരിച്ച് നടന്നിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് മുന്നിൽ ദൈവം തന്നെ നരകത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വിയോജിപ്പുള്ള വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും യുക്തിവാദികൾക്കും വേണമെങ്കിൽ സിയോണിയൻ താഴ്വരയിൽ പൊട്ടിച്ചിതറി തീ പടർത്തുന്ന ഇറാനിയൻ മിസൈലുകളിലെ ചിതറിത്തെറിച്ച വാർഹെഡുകളെടുത്ത് ശാസ്ത്രീയമായി പരിശോധിച്ച് തെളിയിക്കാവുന്നതാണ്. നരകം എന്ന ആശയസങ്കല്പം ഒരു തീക്കളിയാണല്ലോ. അതുകൊണ്ടാണ് ഇത് ദൈവത്തിൻ്റെ കളിയാണ് എന്ന് പറയേണ്ടി വരുന്നത്. നിരന്തരം ഇറാനിയൻ മിസൈലുകൾ രാജ്യത്ത് എത്തുമ്പോൾ മൊബൈലിലൂടെയും സൈറനിലൂടെയും എല്ലാം സിഗ്നൽ നൽകിയിരുന്ന ഇസ്രായേൽ സർക്കാരിന്റെ പുതിയ അറിയിപ്പ് ഇനി ആർക്കും മുന്നറിയിപ്പൊന്നും തരാൻ നിവർത്തിയില്ല. മിസൈൽ വരുന്നത് കണ്ട് കണ്ണടച്ചങ്ങ് നിന്നോളാനാണ്. ഇസ്രായേലിലെ ഹോം ഫ്രണ്ട് കമാൻഡാണ് മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് സൈറൻ വഴിയും മൊബൈൽ ആപ്പുകൾ വഴിയും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നത്. ഇനി അത് ഉണ്ടാവില്ല. ഇടയ്ക്കെപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ മിസൈൽ വരുന്നത് കണ്ട് ഓടി ഒളിച്ചു എന്നാണ് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇങ്ങനെ ഹോം ഫ്രണ്ട് കമാൻഡ് മുന്നറിയിപ്പ് നൽകുന്നത് ഇത് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സിവിൽ ഡിഫൻസ് വിഭാഗമാണ്. ഇവരുടെ സകല ഡിഫൻസ് സംവിധാനങ്ങളും ഇറാനിന്റെ ആക്രമണത്തിൽ തകർന്നതിനാലാണ് മുന്നറിയിപ്പ് ഉണ്ടാവില്ല എന്ന് ഇവർ പറയുന്നത്. ഇസ്രായേലിലെ ഡേ കെയറിനും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഏതാണ്ട് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് പവർ ലൈനുകൾ, ട്രാൻസ്ഫോർമറുകൾ, സബ്സ്റ്റേഷനുകൾ, അതുപോലെ വാർത്താവിനിമയ സംവിധാനങ്ങളായ ടെലിഫോൺ പോസ്റ്റുകൾ, ഇന്റർനെറ്റ് കേബിളുകൾ, മൊബൈൽ ടവറുകൾ, പിന്നെ ഗതാഗത സൗകര്യങ്ങളായ റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ ലൈനുകൾ, കൂടാതെ ജലവിതരണ സംവിധാനങ്ങളായ പൈപ്പ് ലൈനുകൾ, ജലസംഭരണികൾ, പിന്നെ വമ്പൻ കെട്ടിടങ്ങൾ മുതൽ വീടുകളും കുഴികളെന്ന നിലവറ, ഈ നിലവറകളും എല്ലാം തകർന്ന് രാജ്യം യുദ്ധത്തിന്റെ പൂർണ്ണ കെടുതിയിലേക്ക് വീണിരിക്കുകയാണ് എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ പരാജയം സമ്മതിക്കാത്തത് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിന് കാരണം ഇസ്രായേലിന്റെ സൈനിക ശക്തി പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടില്ല. കൂടാതെ അയൺ ഡോം, ആരോ, അയൺ ബീം തുടങ്ങിയ അത്യന്താധുനിക പ്രതിരോധ സംവിധാനങ്ങളിൽ IDF ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നുള്ളതിനാലാണ്. അതിലുപരി ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നത് അവരുടെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. അവരേതാണ്ട് പൂർണ്ണമായും നശിക്കാൻ പോകുകയാണ് എന്ന് ജൂതർക്കിടയിൽ വിശ്വാസം വളർന്നു വരികയാണ്. അവരുടെ രാജ്യം മുഴുവൻ നശിക്കുന്നു. യൂതരെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി 4 വശത്തു നിന്നും ആക്രമണങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് അവരുടെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഇസ്രായേലിനോ ജൂതർക്കോ ട്രംപിനോ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ശക്തിയാണ് ഇറാൻ ഇപ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാനെ സംബന്ധിച്ച് യുദ്ധം ഇപ്പോൾ അവർക്ക് ഒരു പ്രതിരോധമല്ല, പകരം പ്രതികാരമാണ് എന്നും നമ്മൾ അറിയണം. അമേരിക്കയും ഇസ്രായേലും ഇക്കാലം അത്രയും ദുർബല രാഷ്ട്രങ്ങളിലെ ജനതയ്ക്ക് മേൽ നടത്തിയിരുന്ന ആക്രമണങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് ജൂതരാജ്യവും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേവലം 10-12 ദിവസമായിട്ട് അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടതുണ്ട്. ഈ ആധുനിക യുഗത്തിൽ ഇറാഖിൽ തുടങ്ങി ഗസ വരെയുള്ള പ്രദേശങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ നിരപരാധികളായ ജനങ്ങളെ അവർ കൂട്ടക്കൊല ചെയ്യുമ്പോൾ ലോകത്തെ മുഴുവൻ മനുഷ്യസ്നേഹികളും ഈ കൊലപാതകങ്ങൾ നിർത്തണമെന്ന് കണ്ണീരൊഴുക്കി ഈ ഭീകര രാഷ്ട്രങ്ങളുടെ കാലിൽ വീണ് പറഞ്ഞിട്ടും ഗസയിലേക്കുള്ള ഭക്ഷണവും മരുന്നും തടഞ്ഞു വെച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും മാസങ്ങളോളം പട്ടിണിക്കിട്ട് വിശപ്പിലൂടെ ശരീരത്തിലെ അവരുടെ മാംസം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് കൊല്ലുന്ന ആസ്വാദനത്തിന്റെ പുതിയ തലങ്ങളാണ് ഇവർ അന്നൊക്കെ തേടിയിരുന്നത്. ഗസയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളെ തടയുന്ന UN രാഷ്ട്രങ്ങളുടെ ബില്ല് വീറ്റോ പവർ ഉപയോഗിച്ച് സ്ഥിരം തടഞ്ഞിരുന്ന അതേ ട്രംപ് തന്നെ ഇസ്രായേലിന് മേൽ ഇപ്പോൾ ഇറാന്റെ അതിക്രൂരമായ ആക്രമണം കണ്ടിട്ടും എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങളിൽ ആരും മിണ്ടാത്തതും ഞങ്ങളോടൊപ്പം അവരെ തിരിച്ചടിക്കാൻ ആരും കൂടാത്തതും എന്ന് ചോദിക്കുകയാണ്. അയാൾ ആക്രോശിക്കുകയാണ്. ഇസ്രായേലിന് മേൽ ഇന്ന് നടക്കുന്ന ഇറാനിയൻ ആക്രമണങ്ങൾ കണ്ടിട്ടും ആരും പ്രതിഷേധിക്കുന്നില്ല എന്നത് ഇസ്രായേൽ ഇതിന് അർഹരാണ് എന്ന ഉൾബോധം ഈ രാജ്യത്തെ സർക്കാരുകൾക്കും ജനങ്ങൾക്കും ഉള്ളതുകൊണ്ടാണ്. ലോകം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ ഇതിന് അർഹനാണ് എന്ന ഒരു ചിന്തയാണ് എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾ വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ടാണ് ആർക്കും ഇസ്രായേലിനോട് യാതൊരുവിധ സിമ്പതിയും തോന്നാത്തതും. ഇസ്രായേലി ബങ്കറുകളിലും ഇപ്പോൾ പട്ടിണി മരണങ്ങളുണ്ട്. മിസൈലുകളുടെ തീയിൽ പൊള്ളിക്കരിയുന്നവരുണ്ട്. പൊളിഞ്ഞു വീണ കെട്ടിടങ്ങൾക്കിടയിൽ ജീവൻ നഷ്ടപ്പെടാതെ കിടക്കുന്നവരുമുണ്ട്. രക്തം ചാലിട്ടൊഴുകുന്ന തെരുവുകളുണ്ട്. ആ രക്തത്തിൽ ഇപ്പോൾ നെതന്യാഹുവിന്റെ രക്തവും ഒഴുകുന്നു എന്ന പ്രചാരണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നെതന്യാഹുവിന്റെ വീടിന് നേർക്ക് ഇറാൻ 7 മിസൈലുകളും ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. ആ ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ മാരകമായി പരിക്കേൽക്കുകയോ ചെയ്തതായി പല കോണുകളിൽ നിന്നും ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ നെതന്യാഹുവിനൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയായ ഇസ്രായേലിന്റെ മൊസാദിന്റെ തലവൻ
ഡേവിഡ് ബാർണിയെയും കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്തകൾ പരക്കുന്നത്. അതുപോലെ മറ്റൊരാക്രമണത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായ ഇറ്റാമിർ ബെൻഗിറും നെതന്യാഹുവിന്റെ സഹോദരൻ ഇദ്ദോ നെതന്യാഹുവും കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്തകളുള്ളത്. ഇതിൽ ബെൻഗിർ എന്നത് അതിക്രൂരനായ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയാണ്. ഇയാൾ നിരന്തരം ഇറാനെയും ഗസയും ഹിസ്ബുള്ളയെല്ലാം അടിച്ച് നിരപ്പാക്കണമെന്ന് നെതന്യാഹുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. മനസ്സാക്ഷ്യമില്ലാത്ത അതിക്രൂരനായ ഒരു ജൂതനാണ് ഈ ബെൻഗിർ എന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി. അയാളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇവരെല്ലാം ഹൈ സെക്യൂരിറ്റി വിഭാഗത്തിൽ പെട്ടവരാണ് എന്നോർക്കണം. നെതന്യാഹുവിന്റെ വീടിന് അതിനൂതനമായ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെന്ന് ഇസ്രായേൽ പത്രങ്ങൾ തന്നെ പല തവണ തെളിവുകൾ നിരത്തിയിരുന്നതാണ്. ഇത്രയും സെക്യൂരിറ്റി കേവലം നെതന്യാഹുവിന്റെ ഒരു വീടിന് വേണ്ടി മാത്രമല്ല, പകരം അത് നെതന്യാഹുവിന്റെ യുദ്ധകാല ഓഫീസായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വീടിന്റെ സെക്യൂരിറ്റി വിഭാഗത്തിലെ ഒരുപാട് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസത്തെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടണമെങ്കിൽ നെതന്യാഹുവും ആ സമയം അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പല പ്രമുഖരും സംശയം പ്രകടിപ്പിക്കുന്നത്. തുർക്കിയിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയും കുർദിഷ് വംശജനുമായ മെഹമ്മദ് വഫ ദാഗ് പറയുന്നത്, ഇന്ത്യയുടെ ചാരസംഘടനയായ റോയുടെ ഏതോ ഉദ്യോഗസ്ഥർ അയാളെ അറിയിച്ചത് പ്രകാരം നെതന്യാഹു കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇസ്രായേലിന്റെ ഔദ്യോഗിക ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് യാതൊരു സൂചനയും നൽകാത്തതുകൊണ്ട് ഫാക്ട് ചെക്കിങ്ങിലും ഇതേവരെ ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എങ്കിലും കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. എന്നാൽ ഈ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്തത് ഇസ്രായേലിന്റെ ഗവൺമെന്റോ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനകളോ ഉദ്യോഗ തലങ്ങളിലോ ഒന്നും നെതന്യാഹുവിൻ്റെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെയോ ഒന്നും മരണം റിപ്പോർട്ട് ചെയ്യാത്തതോ അതല്ലെങ്കിൽ അവർ അത് മറച്ചു വെക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ മറച്ചു വെക്കുന്നതുകൊണ്ട് അയാൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് അർത്ഥമാക്കേണ്ടതില്ല. ശരിക്കും ഇറാന്റെ റവല്യൂഷണറി ഗാർഡോ ഇറാന്റെ മറ്റേതെങ്കിലും സർക്കാർ വകുപ്പോ ഇതുവരെയും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനയുടെ മരണത്തെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം നടത്തുകയോ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പ്രദർശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ഇക്കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും അദ്ദേഹം മരിച്ചു എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം മരിച്ചിട്ടുണ്ടാവില്ല, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാം എന്ന് പറഞ്ഞ പോലെ നെതന്യാഹു മരിച്ചു എന്ന് വിശ്വസിക്കുന്നത് തന്നെയായിരിക്കും ഉത്തമം എന്നാണ് എൻ്റെ അഭിപ്രായം. അഥവാ ഇനി അയാൾ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ അയാൾ പ്രത്യക്ഷപ്പെടും. അഭ്യൂഹങ്ങൾ വർദ്ധിക്കുമ്പോൾ നെതന്യാഹുവിന് പിന്നീട് പുറത്ത് വന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ അയാൾ പുറത്ത് വരിക തന്നെ ചെയ്യും. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ നഷ്ടങ്ങൾ മൂടി വെക്കുന്നതിലൂടെ ലോകത്ത് അവരുടെ ആധിപത്യം ഇപ്പോഴുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം കരുതേണ്ടത്. ഈ വിപുല ശ്രമം മൂലം കൂടുതൽ നഷ്ടവും നാശവുമാണ് ഇസ്രായേലിലെ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും സഹതപിക്കാൻ പോലും കഴിയാത്തത്ര, ഒരിക്കലും നികത്താൻ കഴിയാത്ത വിധം നിരന്തരമായ ഈ നഷ്ടങ്ങൾ തന്നെയാവും ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തകർച്ചയ്ക്കും ജൂതവംശം ചിന്നിച്ചിതറാനും കാരണമാവുന്നത് എന്ന് പറയേണ്ടതുണ്ട്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.